PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് SCRT ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് മാത്രമല്ല, വരുന്ന LDC, LGS എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അറിയാലോ. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ലൈവ് ക്ലാസ്സുകൾ. മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് PSC പരീക്ഷകൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാതെ എല്ലാവരും കാണാം, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇരുമ്പയിര നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുന്നത് ഇരുമ്പയിര നിക്ഷേപത്തെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കുക, SCRTയിൽ തന്നിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പയിരിൽ നിന്നുമാണ് ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ലോകത്തെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. അപ്പം ലോകത്തെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്? 20% ഇന്ത്യയിലുള്ളത്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാവുന്നതാണ് കേട്ടോ. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്നുമാണ് നമുക്ക് സ്ഥിരം ചോദ്യം വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ് നോക്കാം. ഒഡീഷയിലുള്ള ഇരുമ്പയിര് ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറ് കേട്ടോ. ഒഡീഷയിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാറ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ജാർ എന്നുള്ളത് ഞാൻ ചാറായിട്ട് ജസ്റ്റ് എടുക്കുകയാണ്. ചാറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, മഴ ചാറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ മഴയൊക്കെ ചാറുന്ന സമയത്ത് സുന്ദരമായ അല്ലെങ്കിൽ സുന്ദരിയായ മയൂരം എന്ന് വെച്ചാൽ എന്താ? മയിൽ അല്ലേ. അപ്പോൾ മഴ ചാറുന്ന സമയത്ത് സുന്ദരിയായ മയൂരം എന്ത് ചെയ്യും? ഓടി വന്ന് നൃത്തം ചെയ്യും അല്ലേ, നൃത്തം ചെയ്യും. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. മഴയൊക്കെ ചാറുന്ന സമയത്ത് സുന്ദരിയായ മയൂരം വന്ന് ഓടി വന്ന് നൃത്തം ചെയ്യും എന്നുള്ള രീതിയിൽ ഒഡീഷയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഒഡീഷയിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്ന് പറയുന്നത്. ഇനി ജാർഖണ്ഡിലുള്ളത് ഏതൊക്കെയാണ്? സിഗ്ഭം, അതുപോലെ ദുർഗ് എന്നിവ ജാർഖണ്ഡിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ്. സിഗ്ഭം അതുപോലെ തന്നെ ദുർഗ് കേട്ടോ. അപ്പോൾ ഇവിടെ സിഗ്ഭം എന്നുള്ളത് നമ്മൾ ഈ സിം എന്നായിട്ട് എടുക്കുക. നമ്മുടെ ഫോണിലൊക്കെ ഇടുന്ന സിം ഉണ്ടല്ലോ, വളരെ കുഞ്ഞിതല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നത് എന്താ? ഒരു ജാറിനകത്തൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കും അല്ലേ. ഫോണിൽ നിന്നും സിമ്മൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മളതൊരു ജാറിനകത്തൊക്കെ ഇട്ട് വയ്ക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ സിഗ്ഭം, ദുർഗ് ജാർഖണ്ഡിലാണ്. ഇനി കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്കമഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. കർണാടകയിൽ വരുന്ന ഏതൊക്കെയാണ്? ബെല്ലാരി, ചിക്കമഗളൂർ, ഷിമോഗ,
ചിത്രദുർഗ്. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി കർണാടകം എന്ന് പറയുമ്പോൾ നമുക്ക് ബെല്ലാരി, രാജമാണിക്യം സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കർണാടകയിലെ ബെല്ലാരി രാജ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ച് നമുക്ക് ബെല്ലാരിയും കർണാടകമായിട്ട് കിട്ടും. പിന്നെ കർണം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ചെവി അല്ലേ? അപ്പോൾ ചെവിയിൽ നമ്മൾ നല്ല ചിത്രപ്പണികളുള്ള കമ്മലൊക്കെ ധരിക്കത്തില്ലേ അല്ലേ? നല്ല ചിത്രപ്പണികളുള്ള കർണത്തിൽ നമ്മൾ ചിത്രപ്പണികളുള്ള കമ്മലൊക്കെ ധരിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രദുർഗ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കർണത്തിൽ എന്താ? നമ്മുടെ കർണത്തിൽ കമ്മലൊക്കെ ഇടുന്നത് ആരാ? പെൺകുട്ടികളല്ലേ? അപ്പോൾ ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ അവൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഷീ, ഓക്കെ, അവൾ, പെൺകുട്ടികളാണ് കമ്മലൊക്കെ ധരിക്കുക കർണത്തിൽ അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് ഓർത്തൂടെ? ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ കർണാടകം ബെല്ലാരി, ചിക്കമഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ. ഇനി ഗോവയിലുള്ള ഇരുമ്പയിര് ഖനന മേഖലകളാണ് മർമഗോവ. ആ പേരിൽ തന്നെയുണ്ട്, ഗോവയിലുള്ളത് മർമഗോവ. തമിഴ്നാടുള്ളത് പേര് കേട്ടാൽ അറിയാം, സേലം, നീലഗിരി എവിടെയാണ്? തമിഴ്നാടാണ് ഉള്ളത്. അപ്പോൾ ഈ ഇരുമ്പയിര് മേഖലകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കണം. ഇനി എന്താണ് പഠിക്കുന്നത്? ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ കുറിച്ചുള്ള ഈ ഒരു ടേബിളാണ് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ സവിശേഷതയും. ഓക്കെ, നോക്കാം. ആദ്യത്തേത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. അപ്പൊ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഓക്കെ, ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ, ജാർഖണ്ഡ്. നെക്സ്റ്റ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകത എന്താണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയും ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയുമാണ്. നെക്സ്റ്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL എന്ന് പറയുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കർണാടകയിലെ ഭദ്രാവതി. സവിശേഷത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഈ വിശ്വേശ്വരയ്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകം. ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. ഓക്കെ അല്ലേ? ഇത് മൂന്നും കിട്ടിയില്ലേ? ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സംസ്ഥാനമാണ് സ്ഥിരമായിട്ട് ചോദിക്കുക. ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ് വന്നത്? റഷ്യയുടെ സഹായത്തോടെ 1959. അപ്പൊ നമുക്ക് ഭിലായ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വന്നത്. അപ്പൊ ഭിച്ചറ എന്ന് ഓർത്താൽ മതി. ഭിലായ് ഛത്തീസ്ഗഡില് റഷ്യയുടെ സഹായത്തോടു കൂടി. വർഷം 1959. അടുത്തത് നോക്കിക്കേ, റൂർക്കേല എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലെ സുന്ദർഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിക്കുന്നത് 1959. അപ്പൊ എങ്ങനെ പഠിക്കാം? റൂർക്കേല
ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു, ജർമ്മനിയുടെ സഹായത്തോടു കൂടി. അപ്പൊ റുഓജ എന്ന് ഓർത്താൽ മതി കേട്ടോ. ഭിച്ചറ എന്ന് പറയുമ്പോൾ ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല എന്ന് പറയുമ്പോൾ റുഓജ എന്ന് ഓർത്തിരിക്കുക, റൂർക്കേല ഒഡീഷ ജർമ്മനി. ഇനി അടുത്തത് ദുർഗാപൂർ. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. പശ്ചിമ ബംഗാൾ. ആരുടെ സഹായം? UK അല്ലെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. അപ്പൊ നമുക്ക് ഓർക്കാനായിട്ട് ദുർഗാപൂർ ദു എടുക്കുക, പശ്ചിമ ബംഗാളിന്റെ പായ് എടുക്കുക, ബ്രിട്ടന്റെ ബ്രി എടുക്കുക. അപ്പോൾ ദുപ്പബ്രി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ദുപ്പബ്രി എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി 1962 സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് ബൊക്കാറോ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വരുന്നത് 1964. അപ്പോൾ ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. എങ്ങനെ ഓർക്കാം? ഭോജറ. അപ്പം ഇത് ഓർത്ത് വെച്ചെങ്കിൽ ഇതെല്ലാം കിട്ടും കേട്ടോ. ബിച്ചറ, റുഓജ, ദുപ്പബ്രി, ബോച്ചറ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണെന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഭിലായ് 1959, റൂർക്കേലയും 1959, ദുർഗാപൂർ 1962, ബൊക്കാറോ 1964 എന്നത് ഓർത്തിരിക്കുക. കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്നതാണ് 3 തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കി. അടുത്തത് റയറ്റ് വാരി വ്യവസ്ഥ. റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റയറ്റ് വാരി നടപ്പിലാക്കിയത് എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. നെക്സ്റ്റ് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ്. റയറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. ഇനി മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് എന്നതുകൂടെ ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കുക, ആസിഡ്. സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും ചോദിക്കാറുണ്ട്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. അപ്പം നമുക്ക് നോക്കാം ഓരോ ആസിഡായിട്ട്. വിനാഗിരി എല്ലാവർക്കും അറിയുന്ന ആസിഡാണ്. എന്തിലാണ് ഉപയോഗിക്കുന്നത്? അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് വിനാഗിരി. അത് നമുക്ക് അറിയുന്നതാ. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പാനീയങ്ങളിൽ യൂസ് ചെയ്യുന്നതൊക്കെ സിട്രിക് ആസിഡാണ്. ഇനി നൈട്രിക് ആസിഡ് അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, 2 ആസിഡ് ഉപയോഗിക്കുന്നത് ഏതിലാണ്? രാസവളം അല്ലേ? നമുക്ക് എന്താണ് രാസവളം? നമ്മൾ എന്താണ് ഈ ചെടികൾക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന രാസവളം. അതുപോലെ പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് രാസവളത്തിനും പെയിന്റ് നിർമ്മാണത്തിനും ഡൈയുടെ നിർമ്മാണത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡ് മാത്രമാണെങ്കിലോ ഇത് ചോദിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിലാണ് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തതാണ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? മഷി അതുപോലെ തുകൽ എന്നിവയുടെ നിർമ്മാണം. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടാനിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. പാനീയങ്ങളിലും ഭക്ഷണ വസ്തുക്കൾ കേടുവരാതിരിക്കാനും സൂക്ഷിക്കാനായിട്ട് സിട്രിക് ആസിഡ്. അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കുന്നത് വിനാഗിരി. കിട്ടിയല്ലോ, ആസിഡ് കിട്ടിയല്ലോ. ഇനി ആൽക്കലി. ആൽക്കലിയുടെ പ്രത്യേകത എന്താ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കലി? സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കലിയാണ്. ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ആൽക്കലി ഉപയോഗിക്കുന്നുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് മലിനജല ശുദ്ധീകരണത്തിന് സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ,
വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ആൽക്കലി നമ്മൾ ഉപയോഗിക്കുന്നത്. കിട്ടിയില്ലേ? ഇനി അടുത്ത ഒരു ടേബിളാണ് സയൻസിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് വാഹനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നുള്ള പുകയിൽ നിന്നും വരുന്ന ഏത് വാതകമാണ് എന്നുള്ളത് കേട്ടോ. ഫാക്ടറികളിൽ നിന്നും വരുന്ന വാതകം ഏത് എന്നുള്ളതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നും വരുന്ന വാതകം ഏത്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ സ്രോതസ് ഏതാ? വാഹനങ്ങളിൽ നിന്നുള്ള പുക. വാഹനങ്ങളിൽ നിന്നുള്ള പുക വരുമ്പോൾ അവിടെ വരുന്ന പുറത്ത് വരുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നും വരുന്നത്. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാ? ഈ കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തന്നിട്ട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നുണ്ട്. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നുണ്ട്. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ വിറക് കത്തിക്കത്തില്ലേ? അപ്പൊ വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ ഉണ്ടാവുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ ഉണ്ടാവുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് എന്തിനാ കാരണമാവുന്നത്? ആഗോളതാപനത്തിന് കാരണമാവുന്നു. അപ്പൊ ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അടുത്തതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഫാക്ടറികളിൽ നിന്നും വരുന്ന പുകയിലൂടെയാണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വരുന്നത്. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാണ്. കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാവുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് നൈട്രജന്റെ ഓക്സൈഡുകൾ. നൈട്രജന്റെ ഓക്സൈഡുകൾ എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ്? വാഹനങ്ങളിൽ നിന്നും വരും, ഫാക്ടറികളിൽ നിന്നും വരും. അപ്പോൾ ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വാഹനങ്ങളിൽ നിന്നുള്ള പുക എന്ന് മാത്രമാണ് സ്രോതസ്സായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇനി ഫാക്ടറികളിൽ നിന്നും മാത്രമായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഇനി വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജന്റെ ഓക്സൈഡുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിന്റെ കാരണം അല്ലെങ്കിൽ നൈട്രജന്റെ ഓക്സൈഡുകൾ എന്താണ് ചെയ്യുന്നത്? അമ്ലമഴയ്ക്ക് കാരണമാവുന്നു. ആസിഡ് മഴ എന്ന് കേട്ടിട്ടില്ലേ? അമ്ലമഴ. അപ്പൊ അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് മഴയ്ക്ക് കാരണമാവുന്നതാണ് നൈട്രജന്റെ ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരുന്ന ഭാഗമാണ്. അടുത്തത് നമുക്ക് കാർഷിക വിളകൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗോതമ്പ്, ആദ്യം തന്നിരിക്കുന്ന ഗോതമ്പ് തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ തന്നിട്ട് ഇത് ഏത് കാർഷിക വിളയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ വരെ മഴയും ആവശ്യമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. അതുപോലെ ഇതൊരു റാബി വിളയാണ്. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ കൊടുത്തിട്ട് ഇത് ഏത് കാർഷിക വിളയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഗോതമ്പിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് എന്ത് തരം വിളയാണ്? ഗോതമ്പ് ഒരു റാബി വിളയാണ്. റാബി വിളയാണ് ഗോതമ്പ്. ഇനി ഗോതമ്പ് കൃഷിക്ക് ഉത്തമമായ മണ്ണ് ഏതാ? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇനി ഇവിടെ കാലാവസ്ഥ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനം എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനം. ഗോതമ്പ് എന്ന് പറയുന്നത് എന്ത് തരം വിളയാണ്? റാബി വിള. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. താപനില എത്ര വേണം? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ. മഴ എത്ര വേണം? 75 സെന്റിമീറ്റർ മഴ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് എവിടെ വരുന്നത്? ഗോതമ്പിന് വരുന്നത്. ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ചോളം.
ചോളത്തെക്കുറിച്ച് പറയുമ്പോൾ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ് ഉള്ളത്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെ കാലത്താ? ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ചോളം കൃഷി ചെയ്യുന്നത് ഉഷ്ണകാലത്തും കൃഷി ചെയ്യും, ശൈത്യകാലത്തും കൃഷി ചെയ്യും. ഉൽപാദനത്തിൽ 3-ാം സ്ഥാനമാണ് ചോളത്തിന് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എത്ര സെന്റിമീറ്റർ മഴ വേണം? ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത്. ശരാശരി 75 സെന്റിമീറ്റർ. ഇനി മണ്ണ് എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം. ചോളം പ്രധാനമായും കൃഷി ചെയ്യുന്നത് എവിടേക്കാണ്? മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ചോളം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നാണ്യവിളകളുടെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. നാണ്യവിളകളെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാ? നാരുവിളകളെന്നും, പാനീയ വിളകളെന്നും, സുഗന്ധ വിളകളെന്നും, മറ്റു വിളകളെന്നും. നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് നാണ്യവിളകളെ തിരിക്കാം. അതിൽ നാരുവിളകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ നാരുവിളയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തി, ചണം. നമുക്ക് വസ്ത്രമൊക്കെ നെയ്യാനായിട്ട് നാര് വേണ്ടേ? അപ്പൊ പരുത്തി, ചണം അതൊക്കെ നാരിലാണ് വരുന്നത്. പാനീയ വിളകൾ ഏതാ? പാനീയം മീൻസ് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? തേയില, കാപ്പി ഇതെല്ലാം പാനീയ വിളകളാണ്. ഇനി സുഗന്ധ വിളകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കത്തില്ലേ കറികളിലൊക്കെ? ഏലം, കുരുമുളക് ഇതെല്ലാം സുഗന്ധ വിളകളാണ്. ഇനി മറ്റു വിളകളിൽ വരുന്നതാണ് കരിമ്പ്, റബ്ബർ എന്നിവ. കേട്ടോ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ പരുത്തി കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ, അതുപോലെ പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങൾ, അതൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്ന് നോക്കാം. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം, 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില, ചെറിയ തോതിൽ വാർഷിക വർഷപാതം എന്നിവ പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. മണ്ണ് ഏതൊക്കെയാ? കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. എക്കൽ മണ്ണും അനുയോജ്യമാണ്. ഇനി വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് എന്താണ്? പരുത്തിയാണ് അല്ലെ? വസ്ത്രനിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പരുത്തിയാണ്. സോ നമ്മൾ പരുത്തി എന്തെന്ന് വിളിക്കുന്നു? യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4-ാം സ്ഥാനം. പരുത്തി ഉൽപാദനത്തിൽ 4-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇത് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് സ്ഥാപിതമാവുന്നവിടെയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഫോർട്ട് ഗ്ലാസ്റ്റർ ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഫോർട്ട് ഗ്ലാസ്റ്റർ 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമാവുന്നത്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് എപ്പോഴാ? 1854 വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈയാണ്. അതുകൊണ്ട് മുംബൈയെ എന്തെന്ന് വിളിക്കുന്നു? കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നു. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദന കേന്ദ്രം, പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രമാണ് മുംബൈ. അതുകൊണ്ട് മുംബൈനെ വിളിക്കുന്ന പേരാണ് കോട്ടണോപോളിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മുംബൈ ഇങ്ങനെ പ്രധാനപ്പെട്ട പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രമാവാൻ ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്?
അവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ധാരാളമായിട്ട് ലഭിക്കുന്നത് കൊണ്ട്, കുറഞ്ഞ നിരക്കിൽ ഊർജം ലഭിക്കുന്നത് കൊണ്ട്, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ എന്നിവയെല്ലാം കൊണ്ടാണ് അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തത് ചണം കൃഷിയും ചണ വ്യവസായത്തെക്കുറിച്ചാണ് കേട്ടോ. ചണം കൃഷിയും ചണ വ്യവസായവും. ഇന്ത്യയിലെ എന്താണ് നാരുവിളയാണ് ചണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നാരുവിളയാണ് പരുത്തിയും ചണവും. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുക. ചൂടും ഈർപ്പവും ഉള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുക. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ചണം കൃഷിക്ക് ആവശ്യമായ താപനില എന്ന് പറയുന്നത് ഉയർന്ന താപനിലയാണ്. മഴ എന്ന് ചോദിച്ചാൽ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ആവശ്യമാണ്. ഇനി ചണം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് ആവശ്യമായിട്ട് വരുന്നത്. പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. പ്രധാനപ്പെട്ട ചണ ഉൽപാദന മേഖല എവിടെയാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം. ഇനി എവിടേക്കാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് തേയിലയെ കുറിച്ചാണ്. തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ്. എവിടേക്കാണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങൾ കൂടുതലായിട്ടുള്ളത്? അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ തേയിലത്തോട്ടങ്ങൾ ഉള്ളത്. ഇനി എത്രയാണ് മഴ തേയിലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചരിവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചരിവുകൾ. അപ്പൊ മഴ 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം. ചൂട് എത്രയാ? 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇനി മണ്ണ്, എങ്ങനെയുള്ള മണ്ണാണ് തേയില കൃഷിക്ക് ആവശ്യം? ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കാപ്പിയാണ്. കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ്. കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ തോട്ട വിളയാണ്. ഇനി കാപ്പിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 6ാം സ്ഥാനം. 6ാം സ്ഥാനം. കാപ്പിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. ഇനി ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ കൂടുതലും എവിടെയാണ് കാണപ്പെടുന്നത്? കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ട മലനിരകളിലാണ് കാപ്പി കൃഷി കാണപ്പെടുന്നത്. അത് എവിടത്തെ പശ്ചിമഘട്ടം? കർണാടകം, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളിൽ. ഓക്കെ, ഇനി ഇതിന് വേണ്ട ചൂടും മഴയൊക്കെ എങ്ങനെയാ? മിതമായ താപനിലയും ഉയർന്ന വർഷപാതവും. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഒരു കാപ്പി ഇനമാണ് അറബിക്ക. ഇത് ചോദിക്കാറുണ്ട്. അറബിക്ക എന്നത് ഏത് കാർഷിക ഇനത്തിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഏത് വിളയിൽ പെടുന്നതാണ്? ഏതാണ്? കാപ്പി. കാപ്പിയാണ് അറബിക്ക. അറബിക്ക. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കാപ്പി ഉൽപാദനത്തിൽ 2/3 ഭാഗവും എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലാണ് കാപ്പി ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് റബ്ബറിനെ കുറിച്ചാണ്. റബ്ബർ എന്ന് പറയുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഇനി റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഓക്കെ, ഇനി റബ്ബറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റും കൂടെ പഠിച്ചിരിക്കുക. റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീൽ. ബ്രസീലാണ്
റബ്ബറിന്റെ ജന്മദേശം. ഇനി ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ആരാ? ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറി. സർ വില്യം ഹെൻറി ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1875 സർ വില്യം ഹെൻറി ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട SCERT ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്